ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിപിത. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ, കുറച്ച് ദിവസമായിട്ട് ഞാൻ വയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീടൊക്കെ ആകെ മെസ്സായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നേന്ന് വൃത്തിയാക്കാൻ തുടങ്ങാം. കുറച്ച് ദിവസമായിട്ട് എനിക്ക് കോൾഡും പനിയൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര ടയേർഡായിരുന്നു, ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാകുന്നില്ല. അപ്പോൾ അത്രേ വൃത്തികേടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വൃത്തികേടല്ല, എന്നാലും വൃത്തികേടാണ്. സോ ഞാൻ ഓൾറെഡി പകുതി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കുക എന്നുള്ളൊരു ബോധോദയം എനിക്ക് വന്നത്. അപ്പോൾ ഞാൻ പകുതിയിൽ നിന്ന് വെച്ചിട്ട് ഓൾറെഡി ഞാൻ പില്ലോ ഒക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചു, എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാതെ പുതിയത് വാങ്ങിയ ഒരു സെൽഫി സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അതിലാണ് വീഡിയോ എടുക്കാൻ പോകുന്നത്. ആൻഡ് ഇത് ബാഗുകളാണ് കേട്ടോ അങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് ഞാൻ കിതയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര സ്റ്റക്കായി പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കിച്ചണിൽ നിന്ന് തുടങ്ങാം. കണ്ടോ, ഞാൻ കഴിച്ചതിൻ്റെയും എല്ലാ വേസ്റ്റും അങ്ങനെ തന്നെ കിടക്കുകയാണ്. സോ നമുക്ക് അപ്പോൾ നമ്മുടെ വൃത്തിയാക്കൽ തുടങ്ങാം. ഇത് ഞാൻ ലുലുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന കപ്പാണ് കേട്ടോ. അതിൻ്റെ കൈ തട്ടി താഴെ വീണ് പൊട്ടി. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് വാങ്ങിയ കപ്പാണ്, പക്ഷെ അത് പൊട്ടിപ്പോയി. അതിൻ്റെ ഒരു വിഷമമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നത് പൊട്ടയാന്ന് ഇപ്പോൾ കുറേ വീഡിയോസിലായിട്ട് കണ്ടു. അപ്പോൾ എന്നിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഈ മരത്തിൻ്റെ കട്ടിംഗ് ബോർഡ്. ഇത് ഞാൻ നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ ഈ മഴക്കാലമായപ്പോൾ ഇതിൽ പൂപ്പൽ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മഴ കൊള്ളുന്ന ഒരു സൈഡിലാണ് അത് വെച്ചിട്ടുണ്ടായിരുന്നത്. ലൈക്ക് വെയിൽ വരുന്നത് ആ സൈഡാണ്. അപ്പോൾ ഞാൻ നല്ലപോലെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ആ സൈഡിൽ വെച്ചപ്പോൾ മഴക്കാലമായതുകൊണ്ട് അതിലാകെ പൂപ്പൽ വന്നു. ഇനിയിപ്പോൾ അത് പോകുമെന്നറിയില്ല, കറുത്ത് ഇങ്ങനെ കുത്തു പോലെ അങ്ങനെ മൊത്തത്തിൽ അത് ചീത്തയായി പോയി. എത്ര വൃത്തിയാക്കി വെച്ചാലും ഇങ്ങനെ തന്നെ വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് വാങ്ങായിരിക്കും നല്ലത്. അതാകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. മരമാണെങ്കിൽ ഇങ്ങനെ പൂപ്പലും വരും. അപ്പോൾ ഇനി ഒരു സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് വാങ്ങണം.
അപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല അടിപൊളിയാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി അടിച്ചു വാരി തുടയ്ക്കണം. ചായ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം എനിക്ക് എന്തായാലും ടയേർഡാകുമ്പോൾ കുടിക്കാനായിട്ട്. കപ്പിൽ മാറ്റി വെച്ചിരിക്കുന്നത് എനിക്കിപ്പോൾ കുടിക്കാനുള്ളതാണ്. അപ്പോൾ എന്തായാലും അടിച്ചു വാരി തുടയ്ക്കാൻ പോകല്ലേ, അപ്പോൾ ബാക്കിയുള്ള ചായ മൂടി വയ്ക്കാമെന്ന് വിചാരിച്ചു, പൊടിയൊന്നും ആവാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത പണിയിലേക്ക് കടക്കാം.
അങ്ങനെ വീടിൻ്റെ ഉള്ളൊക്കെ തുടച്ച് കഴിഞ്ഞു. ഇനി ഈ ഒരു ഏരിയയും സ്റ്റെപ്പ് മാത്രമേ തുടയ്ക്കാനുള്ളൂ കേട്ടോ. സ്റ്റെപ്പൊന്നും തുടയ്ക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ എപ്പോഴും തുടച്ചിടാറുണ്ട്. മുകളിലത്തെ സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി തുടച്ച് ഇവിടം വരെ എത്തി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഫോണിൽ ഓൾറെഡി ബാറ്ററി ലോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എടുത്ത് മുഴുവനായിട്ട് ഇവിടെ തുടച്ച് മുഴുവനാണെന്ന് മുന്നേ തന്നെ ഫോൺ ഓഫായി. അപ്പോൾ ഞാൻ ഫോൺ ചാർജിലിട്ടിട്ട് ഈ വേസ്റ്റൊക്കെ താഴെ കൊണ്ട് കളയാനുണ്ട്. പിന്നെ ഫുഡ് വേസ്റ്റും ഉണ്ട്. പേപ്പർ വേസ്റ്റ് കത്തിക്കും, പ്ലാസ്റ്റിക്കിൻ്റെ മാറ്റി വെച്ചിട്ട് മറ്റേ ഹരിതകർമ്മസേന അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കുകയാണ് മന്ത്ലി ചെയ്യാറ്. അങ്ങനെ ബെഡൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് തുണികൾ മടക്കാനുണ്ടാകും. അതെടുത്ത് ഞാൻ മടക്കാൻ വെച്ചപ്പോഴത്തേനും കറണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ എൻ്റെ ഈ ലാമ്പുണ്ട്, എൻ്റെ ഫ്രണ്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഓണാക്കി വെച്ചിട്ട് അങ്ങനെ തുണികളൊക്കെ മടക്കി വെറുതെ സമയം കളയണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ മടക്കണതിൻ്റെ ഇടയിൽ തന്നെ കറണ്ട് വന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആ കൊട്ട കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസറീസൊക്കെ തീർന്ന് വാങ്ങണം, അങ്ങനെ വെച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ. പിന്നെ ആ സഞ്ചിയിലുള്ളത് ഇതുപോലെ വെക്കാൻ പാത്രങ്ങളില്ലാണ്ട് ഞാൻ എക്സ്ട്രാ വെച്ചിരിക്കുന്ന ഒരു സഞ്ചിയാണ് കേട്ടോ. ഒരു ബക്കറ്റ് വാങ്ങണം എല്ലാ സാധനങ്ങളും അതിൽ വെക്കാനായിട്ട്. ഇങ്ങനെ സഞ്ചിയിൽ വയ്ക്കുമ്പോൾ അത് കാണാത്ര വൃത്തിയില്ല. പിന്നെ ചായ കുടിച്ച് പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ച്, പിന്നെ വേസ്റ്റ് ഇടുന്ന പാത്രം അതും കഴുകി വെച്ചു. അപ്പോൾ കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇനി പണിയുള്ളത് ബാത്റൂം കഴുകുക. അത് ഞാൻ കുളിക്കുമ്പോഴാണ് കഴുകാമെന്ന് വിചാരിച്ചേക്കണം, കാരണം അതങ്ങനെ കഴുകി നമുക്ക് കുളിച്ചിട്ട് ഇങ്ങോട്ട് വരാമല്ലോ. ഇത് അരി കഴുകിയ വെള്ളമാണ് കേട്ടോ. അതൊക്കെ ഞാൻ മുകളിൽ ചെടികൾ വെച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടിടാണ് ചെയ്യാറ്. പിന്നെ ഞാൻ സ്റ്റെപ്പൊക്കെ ഞാൻ ഓൾറെഡി നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം കൂടെ കൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുളിക്കാൻ കയറാം, വേറെ പണിയൊന്നുമില്ല.
ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ടയേർഡായി. അപ്പോൾ ഞാൻ വെച്ചു ഒരു കട്ടൻ ചായ കുടിക്കാം, എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാം, എന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ദേ കട്ടൻ ചായ ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. അങ്ങനെ കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്ത് ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കുളിക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ തലയിൽ കുറച്ചൊന്ന് എണ്ണ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം മുടി ഒന്ന് റഫായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹെവി ആയിട്ടൊന്നും ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി കുറച്ച് ദിവസം വയ്യാണ്ടിരുന്നതുകൊണ്ട് അങ്ങനെ ഹെവി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും വയ്യാണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തലയിൽ വെളിച്ചെണ്ണ തേച്ച് അങ്ങനെ കുളിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ മുടിക്ക് നല്ല സന്തോഷമായിരിക്കും. ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദേ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്നതാണ്, പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ്. കാരണം ഇപ്പോൾ ഇത് അങ്ങനെ ഓഫ് ആവുന്നില്ല, അതിൻ്റെ സ്വിച്ച് എന്തോ ഒരു കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ദേ കുളിക്കണതിൻ്റെ കൂടെ തന്നെ ഞാൻ ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ആ ബക്കറ്റിൽ ഇരിക്കുന്ന തുണികൾ കഴുകാനുള്ള തുണികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേദിവസം ഇങ്ങനെ സോപ്പ് പൊടിയിൽ മുക്കി വയ്ക്കും, കാരണം ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ല. സോ ഇങ്ങനെ മുക്കി വെച്ചിട്ട് രാവിലെ കഴുകാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു, അതായത് വീട് ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.